78 മുതൽ 83 വരെ പ്രേമിച്ചു, പക്ഷെ കത്തിൽ കൂടിയാണെന്ന് മാത്രം. ആർ യു സീരിയസ് എന്ന് മാത്രം അതാണ് എൻ്റെ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ അവ ചോദിച്ചു, ഇതെന്താ നായന്മാരാരും ഇല്ലേ കല്യാണം കഴിക്കാനായിട്ട്? ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിയത് പോലും ജ്യോതിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പേടിയൊന്നുമില്ല. വായൊക്കെ ഇട്ട് സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ അന്ന് അവിടുത്തെ അച്ഛൻ്റെ ആ പ്രസ്ഥാനം നോക്കി നടത്തണം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് എന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. പക്ഷെ അത് മാത്രം എനിക്ക് നടത്താൻ പറ്റിയില്ല. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് നീരജ രാജേന്ദ്രൻ. വെൽക്കം. ഹായ് ആൻറ്റി. ഹായ് ഹായ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. താങ്ക് യു. അതെങ്ങനെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്നത്? മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ആ ഒരു പോസിറ്റീവ്? എപ്പോഴും ചിരിച്ചിട്ട് തന്നെയാണ്. നമുക്ക് എത്ര ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ മാക്സിമം ശ്രമിക്കും. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എപ്പോഴും മൈൻഡും യങ് ആയിട്ടിരിക്കും അല്ലേ? ഇതിപ്പോൾ എവിടുന്ന് കിട്ടിയതാണ് ആ ഒരു ബുദ്ധി? അതോ അത് നാച്ചുറലി അങ്ങനെയല്ല. അച്ഛൻ 2020 പത്മശ്രീയാണ്, ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. അച്ഛൻ വീട്ടിലൊരു പോഡിയം ഉണ്ട്. അച്ഛൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതാണ്. പക്ഷെ അച്ഛൻ ഉച്ചയ്ക്ക് ഉറങ്ങില്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിലിങ്ങനെ നിന്നിട്ട് വായിക്കും. അപ്പോൾ അത്രയും കൂടി സമയം കളയരുത് എന്ന് കരുതിയിട്ടാണ് അത് ചെയ്യണേ. അപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ ഞാൻ പിന്നെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു, അമ്മ നേരത്തെ മരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് അവിടെ വന്ന് കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചാൽ, അത് വേണ്ട, നീ ചെയ്യുന്നത് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഒരു മെയ്ഡുണ്ട്, നോയിക്കോളും, ഒരു കുഴപ്പമില്ല, ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. നിനക്ക് ചെയ്യാനുള്ളത് ഇതാണ്, നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ശരിക്കും. വന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അങ്ങനെ. അപ്പോൾ ആ ഒരു സ്വഭാവമാണ്. അതെ, കൂടുതലും സ്വഭാവം അമ്മയുടെയാണ്. പെട്ടെന്ന് സങ്കടം വരിക, ചിരിക്കണം, അതേപോലെ തന്നെ കരയും ചെയ്യും. ഇമോഷണൽ ആണല്ലേ? എല്ലാം ഇമോഷണൽ ആണോ? ഐ മീൻ ദേഷ്യമാണെങ്കിലും ദേഷ്യത്തിനെക്കാട്ടിലും ദേഷ്യം വന്നാലും സങ്കടം വരിക. ആദ്യത്തെ ഇമോഷൻ സങ്കടമാണ്. ദേഷ്യപ്പെടുമ്പോ കരഞ്ഞു പോകല്ലേ? പെട്ടെന്ന് കരയും. അപ്പോൾ ആ ഇമോഷണലി പെട്ടെന്ന് വീക്കാവുന്നത് ആരുടെ മുന്നിലാ? കൂടുതലും മക്കളുടെ മുന്നിലാണോ? അങ്ങനെയല്ല, സ്നേഹമുള്ള എവിടെ കണ്ടാലും ഞാൻ ഇമോഷണൽ ആവും. അപ്പോൾ ഏതൊരു ഇമോഷണൽ, സന്തോഷമാണേലും ദേഷ്യമാണേലും എല്ലാം അവസാനം ചിരിയുടെ ഒപ്പം കരഞ്ഞിട്ടാ വരിക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നൊരു ഡൗട്ടാണ്, ദർശനയാണോ അമ്മയാണോ ആദ്യം സിനിമയിലേക്ക് എത്തിയത്? അവളായിരിക്കും. അവർ രണ്ടുപേരും കുട്ടിക്കാലം തൊട്ടേ എൻ്റെ പോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദർശനം ഓൾറെഡി നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ശ്യാം പ്രസാദിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് 786 ചെയ്തു. അപ്പോൾ എല്ലാം നോക്കുമ്പോൾ അവൾ തന്നെ ആദ്യം വന്നിരിക്കണം. ഞങ്ങളെക്കാട്ടിലൊക്കെ മുമ്പ് മൂത്താളാട്ടോ. അപ്പോൾ എന്നാലും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ഡൗട്ട് ആവേശം വന്നതോടുകൂടിയാണ് ദർശനയുടെ അമ്മ എന്നുള്ളൊരു കെയർ ഓഫ് വന്നത് തന്നെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു മീൻസ് ദർശനയുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ആ ഒരു റിവീലിംഗ് കൊടുക്കാഞ്ഞത് മനഃപൂർവ്വമാണോ അതോ നാച്ചുറലി? അയ്യോ, റിവീലിംഗ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇത്രയും പോപ്പുലർ ആയത്. അതിനു മുമ്പ് അങ്ങനെ ഒരു പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. അത് വന്നപ്പോഴാണ് കൂടുതലും. പിന്നെ ആവേശത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ചോദിക്കുമ്പോൾ മക്കളാരാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വന്നിക്കുന്ന റിവീൽ ചെയ്യാത്തൊന്നുമില്ല. അതങ്ങനെ നാച്ചുറലി സംഭവിച്ചു പോയ കാര്യമാണ്. അപ്പോൾ ആൻറ്റിയുടെ ആ ഒരു ചെറുപ്പം മുതൽ ആ ഒരു കരിയറിലോട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഞാൻ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്. പഠിച്ചതെല്ലാം ഒറ്റപ്പാലത്ത്. സ്കൂൾ ഫുള്ള് ഒറ്റപ്പാലം LSN ഗവൺമെൻറ്റിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ ആയിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസും ഞാൻ പരിചയിച്ചതും ഇപ്പോൾ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നതും ഒറ്റപ്പാലം തന്നെയാണ്. എല്ലാം
ചെനക്കത്തൂർ പൂരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ കലാരൂപങ്ങളും ഇപ്പോഴും മനസ്സിലത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ ലക്ഷ്മി തിയേറ്ററിൽ ഞങ്ങളെ തന്നെയാണെങ്കിലും അച്ഛൻ സിനിമയ്ക്ക് അവിടെ കൊണ്ട് ഇടും കുട്ടി ആണെങ്കിലും. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സിനിമ പൂമ്പാറ്റയാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഏറ്റവും ഫസ്റ്റ് കണ്ടിരിക്കുന്ന ശ്രീദേവിയുടെ പൂമ്പാറ്റ. അപ്പം അന്ന് തൊട്ട് സിനിമ ഇതെന്തോ വലിയ മാജിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇഷ്ടം അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വിത്ത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വന്നത് അച്ഛൻ കാരണമായിരിക്കും. അച്ഛൻ എല്ലാ സിനിമയ്ക്കും കൊണ്ടുപോകും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അച്ഛൻ്റെ മാറ്റം അനുസരിച്ച്, ജോലി മാറ്റം അനുസരിച്ച് ഞങ്ങൾ തിരിച്ച് ഒറ്റപ്പാലത്തുനിന്ന് ട്രിവാൻഡ്രം വന്നു. ഓൾ സയൻസിലും യൂണിവേഴ്സിറ്റി കോളേജിലുമാണ് പഠിച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞു. റിയാദിലായിരുന്നു. 83 റിയാദിലേക്ക് പോയി. ഏട്ടൻ അവിടുത്തെ ബ്രിട്ടീഷ് കൗൺസിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പിന്നെ അവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല കാലം മുഴുവനും അവിടെ ചെന്നു. ഞങ്ങൾ അവിടുത്തെ ഇപ്പോഴത്തെ റിയാദൊന്നും അല്ല കേട്ടോ, അബായൊക്കെ ഇട്ട് സ്ത്രീകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ അന്ന് അവിടുത്തെ ഡാൻസ് ടീച്ചറായിരുന്നു. 83 പോയി പിന്നെ 98 വരെ ഞാൻ അവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. അല്ല പിന്നെ നമുക്ക് തന്നെ സ്ത്രീകൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല ഡാൻസും പാട്ടും ഒക്കെ ഹറാമാണ് എന്ന് കരുതുന്ന ഒരു കാലത്തായിരുന്നു അവിടെ. അപ്പം ആ സമയത്ത് നമ്മൾ എല്ലാ വർഷവും ദർഭ ഡാൻസ് അക്കാഡമി എന്നായിരുന്നു പേര്. ദർശന ഭാവന, അതാണ് ദർഭ. അപ്പോൾ ഞങ്ങളപ്പോൾ അങ്ങനെയായിരുന്നു ക്ലാസ്സിൻ്റെ പേര്. ഒരുവിധം ഇന്ത്യൻ എംബസി അന്ന് വേറെ ടീച്ചേഴ്സ് അങ്ങനെ ആരുമില്ല. ഒരു ടീച്ചർ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ തുടങ്ങി. ഡാൻസ് സ്കൂളൊക്കെ നടത്താനായിട്ട് ആ സമയത്ത് അതാ പറഞ്ഞ പെർമിഷനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടി ഒരു നല്ല ഹാളുള്ള ഒരു വീട്ടിലേക്ക് മാറി. കുട്ടികൾ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ് ക്ലാസ്. വീക്കെൻഡ് എന്ന് പറയുന്നത് അവിടെ അതാണല്ലോ. അങ്ങനെ കുറേ കുട്ടികൾ, ഞാൻ അങ്ങോട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് കുട്ടികൾ, മലയാളികൾ മാത്രമല്ല കേട്ടോ, എല്ലാ തരം കുട്ടികളും ഉണ്ടായിരുന്നു. 2 ബോയ്സും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശ്രീലങ്കൻ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 10-15 കുട്ടികൾ എപ്പോൾ ആരെങ്കിലും എന്തിനെങ്കിലും ചോദിച്ചാൽ നമ്മൾ പെർഫോം ചെയ്യാൻ പാകത്തിന് റെഡി ആയിരിക്കും. അതിൽ എൻ്റെ 2 പിള്ളേരും ഉണ്ടാവാറുണ്ട്. പക്ഷേ അവിടെ പ്രോഗ്രാംസ് ഒന്നും നടക്കില്ല. മുത്തവ റെയ്ഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ചെയ്തെത്തിച്ചിരുന്നു. പേടിയൊന്നുമില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു അത്രയും കൊല്ലം ഡാൻസ് സ്കൂൾ നടത്തിയിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികളെയും ഞങ്ങൾ എല്ലാ വർഷവും പെർഫോം ചെയ്യിക്കുകയും ചെയ്യും. അവരുടെ പാരൻസിന് കുട്ടികളെ പെർഫോമൻസ് ഒക്കെ എവിടെയാണ് നടത്തുന്നത്? ഞങ്ങൾ എംബസി, ഞങ്ങൾ ബ്രിട്ടീഷ് കൗൺസിലായതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ സ്ഥലം കിട്ടുമായിരുന്നു. അവരുടെ ഒരു ബാക്കിംഗ്, നമുക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എത്രയായാലും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുട്ടികളെയും പെർഫോം ചെയ്യിക്കാനും ഒന്നും പറ്റാത്ത ആ നാട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് ആയിരുന്നു. എല്ലാ ടൂർണമെൻറ്റും, അറാംകോ ടൂർണമെൻറ്റിന് പോവും. അതും ഒരു വലിയ കാര്യം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂർ തികയാത്ത അവസ്ഥയായിരുന്നു. ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ റിയാദിൽ നിൽക്കുന്ന ടൈമിൽ ഒറ്റപ്പാലം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു? അല്ല, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ടോട്ടലി വേറൊരു ലോകം. പാക്ഡ് ആയിരുന്നു ഞങ്ങൾ ദിവസം ശരിക്കും പറഞ്ഞാൽ, ഓരോ ദിവസങ്ങളും. അതിനുശേഷം പിന്നെ റിയാദിൽ നിന്ന് വന്നിട്ട് അപ്പം മൂത്താള് ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു നല്ല. അപ്പോൾ അവളെ പതുക്കോൺ അക്കാഡമി വിടുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എറണാകുളം സെറ്റിലായി. പിന്നെ കുട്ടികൾക്ക് ട്രിവാൻഡ്രവും വേണ്ട, തൃശ്ശൂരാണ് ഹസ്ബൻഡിൻ്റെ വീട്, തൃശ്ശൂരും വേണ്ട. അപ്പോൾ 2 മിഡ് വേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എറണാകുളം നേരത്തെ തന്നെ ഫ്ലാറ്റ് എടുത്തിരുന്നു. അങ്ങനെ എറണാകുളത്ത് അങ്ങനെയാണ് ഞങ്ങൾ സെറ്റിലായത്. ഞാനും കുട്ടികളും 98 വന്നു. ഞാൻ വന്നു. ദർശന 2 കൊല്ലം 4 കൊല്ലം ഗ്രിഗോറിയനിൽ പഠിച്ചു. ഭാവൻസ് ഗിരിനഗറിൽ 2 കൊല്ലം പഠിച്ചു. അത് ഈ ബാഡ്മിൻ്റൻ്റെ കെയർ ഓഫിലാണ് ശരിക്കും അഡ്മിഷൻ അന്ന് പെട്ടെന്ന് കിട്ടിയതൊക്കെ. അപ്പോൾ അവരത് കഴിഞ്ഞ് ഭാവന ലേഡി ശ്രീറാം ഡൽഹിക്ക് പോയി. ഇയാളും ചെറിയ ആളും അതേപോലെ തന്നെ അതിൻ്റെ പിന്നാലെ ലേഡി ശ്രീറാം ഡൽഹിക്ക് പോയി. അവിടെ നിന്ന് 2 പേരും ലണ്ടനിലേക്ക് പോയി. അങ്ങനെ പിന്നെ അപ്പം ഞാൻ മാത്രമായി. ആ സമയത്താണ് പെട്ടെന്നൊരു ഒരിടത്തൊരു ജ്യോതിഷം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു.
ക്ലാസ്സസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ബേസിക്സ് തൊട്ട് അങ്ങനെ അത് കണ്ട് അവിടെ പോയി ജോയിൻ ചെയ്തു. പിന്നെ മുഴുവനും ജ്യോതിഷം. സാധാരണ ഈ ജ്യോതിഷം ഒക്കെ ചെയ്യുന്നവർക്ക് ചെറുപ്പം മുതലേ ഒരു ഇൻട്രസ്റ്റ് പിന്നെ പണ്ട് മുതലേ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ കല്യാണം, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിയത് പോലും ജ്യോതിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തു. സ്റ്റോറി എന്താ? അയ്യോ, അത് പറയാൻ നമുക്കൊരു ഫുൾ ഇന്റർവ്യൂ വേണ്ടി വരും. കുഞ്ഞു പോർഷൻ പറ്റില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. എല്ലാ ടീച്ചേഴ്സും അച്ഛൻ അറിയുന്നവരാ. അവിടുത്തെ അച്ഛൻ ഹിന്ദി പ്രൊഫസറായിരുന്നു. അച്ഛൻ എന്നെ ഹിന്ദി MA എടുപ്പിച്ച്, അച്ഛൻ 83-ൽ റിട്ടയർ ആവും. എന്നെ അതേ വേക്കൻസിയിൽ എന്നെ അങ്ങോട്ട് കയറ്റും, ഞാൻ ഹിന്ദി ലെക്ചറാവും എന്നാണ് അച്ഛൻ ഡ്രീം ചെയ്തത്. അച്ഛൻ്റെ ഒരു സ്വന്തം പ്രസ്ഥാനമുണ്ട്, ഹിന്ദി സാഹിത്യ അക്കാദമി. 82-ൽ തുടങ്ങിയതാണ്. ഇപ്പോഴും അതുണ്ട്. അച്ഛൻ മരിച്ചു, പക്ഷേ അനിയത്തിയാണ് ഇപ്പോൾ അത്. അച്ഛൻ്റെ ആഗ്രഹം ഞാനത് ടേക്കപ്പ് ചെയ്യും. ഞാൻ ഹിന്ദിയുടെ ഒരു എനിക്കറിയില്ല. അവൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവളിപ്പോൾ അത് കംപ്ലീറ്റ്ലി നോക്കി നടത്തുന്നു. എല്ലാ വർഷവും 50,000 രൂപ ഏറ്റവും നല്ല തീസിസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് എല്ലാ വർഷവും കൊടുക്കും. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് FD ഇട്ടിട്ടുണ്ട്. എല്ലാ മാസവും എല്ലാ കൊല്ലവും അത് കിട്ടാനുള്ള എല്ലാം ഒരുപാട് വർക്കുകൾ വരാറുണ്ട്. അത് സ്ക്രൂട്ടിനി ചെയ്യാൻ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ആ പ്രസ്ഥാനം നോക്കി നടത്തണം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് എന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. പക്ഷെ അത് മാത്രം എനിക്ക് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അത് പക്ഷേ അനിയത്തി നന്നായിട്ട് തന്നെ നോക്കി നടത്തുന്നുണ്ട്. അച്ഛൻ ചെയ്തിരുന്ന പോലെയൊക്കെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് കത്ത് വരലൊക്കെ വലിയ പ്രശ്നമല്ലേ. കുറച്ചധികം കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പെൻ ഫ്രണ്ട്സിനെ പറയാൻ പറ്റുള്ളൂ. 78 മുതൽ 83 വരെ പ്രേമിച്ചു. പക്ഷെ കത്തിൽ കൂടിയാണെന്ന് മാത്രം. നേരിട്ട് സംസാരിക്കലും ഉണ്ടായിട്ടില്ല, കണ്ടിട്ടുമില്ല. ഈവൺ എൻഗേജ്മെന്റിന് പോലും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ എല്ലാ വലിയ ഗ്രാൻഡ് സ്കെയിലൊക്കെ കല്യാണങ്ങളാണ്. ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിട്ട് പോലും ഇല്ല എൻഗേജ്മെന്റ്. അന്ന് റിയാദിൽ 82-ൽ പോയി. അപ്പോൾ പിന്നെ അതിനു മുമ്പ് ബോംബെയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതും പറ്റിയിട്ടില്ല. അപ്പോൾ പഠിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ബുക്സാണ് നേരെ ഓപ്പോസിറ്റാണ് ചേച്ചി താമസിക്കുന്നത്. ആ ബുക്ക് എൻ്റെയാണ് കൊടുക്കുക. അപ്പോൾ അവിടെ ടെറസിൽ പഠിക്കണത് കാണും, അത്രേ എനിക്കുള്ളൂ. ഞാനും ടെറസിൽ പോയി പഠിക്കും. അത്രന്നെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം പെൻ ഫ്രണ്ട്സ്. അപ്പോൾ അതിലിടയിലോട്ട് അസ്ട്രോളജി കടന്നു വന്നത് അസ്ട്രോളജി അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഇത് പിന്നെ രായൻ്റെ അമ്മയും സിസ്റ്റേഴ്സും എല്ലാവരും ഞാൻ എല്ലാവർക്കും കത്തെഴുതാറുണ്ടായിരുന്നു. അവരെല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇവിടെ അച്ഛൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാതകം ചേരെങ്കിലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്താ വെച്ചാൽ ഈ ജാതകം ചേർക്കണമെങ്കിൽ അവിടുത്തെ ജാതകം. അപ്പം ഞാൻ അമ്മയുടെ രായൻ്റെ അമ്മയുടെ രായൻ്റെ ജാതകം വാങ്ങിച്ചു. എന്നിട്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ഒരെണ്ണം ഞാൻ എൻ്റെ നിന്നും ചേർത്തിട്ട് ഒരെണ്ണം ഞാൻ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോയി ഉണ്ടാക്കിച്ച് എന്നിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തി വഴി ഇത് പ്രസൻറ്റ് ചെയ്തു. പ്രോപ്പർ കല്യാണം പോലെ തന്നെയാണ് ഉണ്ടാക്കിച്ച്. അങ്ങനെ അങ്ങനെയില്ല, ഇതിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ. അങ്ങനെ മാച്ചിങ് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിച്ച് അങ്ങോട്ട് കൊടുത്തു വച്ചേ. അതൊക്കെ അറിഞ്ഞു സംഭവം. ഇത് ഏത് ജോത്സ്യൻ്റെ കൊണ്ട് കൊടുത്താലും മനസ്സിലാവും. അന്ന് ഇത്രയ്ക്ക് ആലോചിക്കാനുള്ള ബോധം എനിക്കില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസിൻ്റെ കാരണം കൊണ്ട് ഓരോന്നും എനിക്ക് അറിയാൻ താല്പര്യമായിരുന്നു. എങ്ങനെ ഇവരിത് പറയണേ. അങ്ങനെ ഞാനും എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് പഠിച്ചതാണ്. 2 കാര്യങ്ങളായിരുന്നു ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്നത്, പിന്നെ സിനിമയും ജ്യോതിഷവും. ഇപ്പം ഇനി ഒന്നും കൂടി നന്നായി സംസാരിക്കാൻ അറിയണം. അതും കൂടി അതിന് കുറേ വായിക്കാറുണ്ട്. പക്ഷെ അതെന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ സംസാരമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് വിളിച്ചാൽ നമുക്ക് പറയാനുള്ള പുതിയ മലയാളം അല്ലായിരുന്നു, സംസ്കൃതമാണ് കൂടുതൽ പഠിച്ചത്. MAക്കും സംസ്കൃതം. സ്കൂളിലും സംസ്കാരം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ സ്കൂളിലും സംസ്കൃതമാണ് പഠിപ്പിച്ചേ. അപ്പം എന്താ വെച്ചാൽ മലയാളത്തിൻ്റെ നല്ല നല്ല വാക്കുകളൊന്നും എൻ്റെ കയ്യിലില്ലാത്ത പോലെ തോന്നും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, ഏതൊരു സെന്റൻസ് പറയുമ്പോഴും അതിൽ അച്ഛൻമോളാണല്ലേ? അങ്ങനെയില്ല, അമ്മമോളാണ്. എല്ലാ കാര്യത്തിലും അച്ഛൻ. അല്ല, നമുക്കൊരു എന്താ പറയുക, ആരെ പോലെ ആവണം എന്ന് ഇതാവൂലേ. സ്വഭാവം കൊണ്ട് അമ്മയുടെയും നമ്മുടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ,
ഭയങ്കര വിൽ പവറാണ്. അപ്പൊ അമ്മയ്ക്കും അതെ, നല്ല വിൽ പവറാണ്. പക്ഷെ അമ്മയ്ക്കൊരു വോയിസ് ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അച്ഛൻ തന്നെയായിരുന്നു അച്ഛനെ പോലെ ഒരു എന്താ പവർഫുൾ ആവണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഒരു 100 ആയ മനുഷ്യനാണ്. അച്ഛൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട് ശരിക്കും. അത് അപ്പൊ ഈ ആസ്ട്രോളജി ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മാച്ചിങ് ഒക്കെ നോക്കിയല്ലോ. അപ്പൊ ശരിക്കും ഒറിജിനൽ ഇത് എന്താ അതിന് പറയുന്നത് എനിക്ക് ഹോറോസ്കോപ്പ്. ഹോറോസ്കോപ്പ് അത് തമ്മിൽ മാച്ചിങ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ? അല്ല, അത് നമുക്ക് അതൊന്നും അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ 10ൽ 10 പൊരുത്തം അതൊക്കെ വെറുതെ പറയാനേ കൊള്ളാവൂ. അങ്ങനെ ഒരു പൊരുത്തമൊന്നും ഇല്ല. അതിപ്പം എനിക്കറിയുന്നതുകൊണ്ട് അറിയാലോ, അതില്ല. ആസ്ട്രോളജി പഠിച്ച് അപ്പം അങ്ങനെ ഒരു ബോർഡ് കണ്ടു, ഇഷ്ടമായി പഠിച്ചു. അപ്പം ഒരുപാട് പേരുടെ അടുത്ത് പഠിച്ചു കേട്ടോ. ഒരു സാറിൻ്റെ അടുത്ത് മാത്രമല്ല, ഞാനൊരു 10 പേരിൽ കൂടുതൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയും പഠിച്ചു. പക്ഷേ ഇവരൊക്കെ പഠിപ്പിച്ചെങ്കിലും അവരൊന്നും പറയുന്ന പോലെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെയോ അല്ല എൻ്റെ പ്രാക്ടീസ്. ഇത് എൻ്റെ വഴിയിൽ മാത്രം, അൾട്രാ മോഡേൺ രീതിയിൽ മാത്രമാണ് എൻ്റെ തിങ്കിങ് അനുസരിച്ചാണ് ഞാൻ. അതിന് ഈ പഠിക്കുന്നതിന് മുമ്പും പഠിക്കുന്നതിന് ശേഷവും എന്തെങ്കിലും ലൈഫിലോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലോ ഡിഫറൻസ് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ടോട്ടലി, ഞാൻ പറഞ്ഞില്ല, ഇപ്പം ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരാളുടെ അടുത്ത്, ആസ്ട്രോളജറുടെ അടുത്ത് പോവുക. പ്രശ്നങ്ങളുള്ളവരുടെ കാര്യം വേറെ, ഞാൻ അതല്ല. ഒരു നോർമൽ മനുഷ്യനെ വെറുതെ ഒരു ആസ്ട്രോളജി എന്ന് പറഞ്ഞ് നോക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കുഴിയിൽ വീഴുന്നതും അറിയാതെ ചെന്ന് വീഴുന്നതിൻ്റെയും ഘനത്തിന് വ്യത്യാസം ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. നമുക്കിതാണ് സമയം, എന്ത് വേണമെങ്കിൽ വന്നോട്ടെ, ഇതിപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ എന്നുള്ളൊരു ബോധം ഉള്ളിലുണ്ടാവും. ആ വ്യത്യാസം ഇപ്പോൾ പക്ഷേ കുറേയും കൂടി സ്പിരിച്വലി നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്ന സമയത്ത് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതെല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ദെൻ ഹൂ ആം ഐ ടു കറക്റ്റ് എന്ന് തോന്നാറുണ്ട് ഇപ്പോൾ. അപ്പം ഇപ്പം ഞാൻ ആരെങ്കിലും കൺസൾട്ടേഷന് വിളിച്ച്, പക്ഷെ ഇതൊന്നും നോക്കിയിട്ട് വെച്ച് കാര്യം എന്തായാലും വരാനുള്ളത് വരും എന്ന് പറയാറുണ്ട്. പഴയ കുറച്ച് പേര് ഇപ്പോഴും വിളിക്കും, ഞാൻ ഫ്രീ ആണ്, വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കും. അല്ലെങ്കിൽ ഞാൻ ആരും പുതിയതായിട്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്ര വയസ്സായാലും, ഇപ്പോൾ സിനിമയൊക്കെ എത്ര കാലം ഉണ്ടാവും എന്ന് ആർക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് പറ്റുമോ എന്നൊന്നും അറിയില്ല. എത്ര പ്രായമായാലും നമുക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമുക്ക് നമ്മുടേതായ, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിഷമിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവർക്ക് സംസാരിച്ചിട്ടുള്ള സമാധാനത്തെ ഒരു തരം തെറാപ്പി പോലെയാണല്ലോ ഇത്. അതിനൊരു അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാനൊരു ചെവി കൊടുക്കുന്നു എന്ന് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കുറേ വയസ്സായവരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അവർ ആകെ വർത്തമാനം പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. നീരജോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമെന്ന് പറഞ്ഞു. അത്രയും കേട്ടാൽ മതി. അങ്ങനെ വിളിക്കുന്നവർക്കൊപ്പം അവർക്കത് വേറൊരു ഹാപ്പിനെസ് അല്ലേ, മനസ്സിലൊരു സമാധാനം. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ നിർത്തിയിട്ടില്ല, ചെയ്യാൻ. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ആസ്ട്രോളജിക്ക് അപ്പുറം ഒരു എന്താ പറയുന്നത്, ഒരു കൗൺസിലിംഗ്, ശരിക്കും കൗൺസിലിങ്ങും കൂടിയാണ്. ഫുൾ നോക്കിയാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൗൺസിലിംഗ് തന്നെയാണ്. ഫാമിലി എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖല. അതെ. ഭാവന കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അല്ല, ആസ്ട്രോളജി അല്ല, പ്രോപ്പർ കൗൺസിലിംഗ്. ആസ്ട്രോളജി അവളും കുറേയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൺസൾട്ടേഷൻ നടക്കുന്ന വെച്ചാൽ അവര് രാവിലെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും, ഇത് വെറുതെ തമാശക്കാണെങ്കിലും ചോദിക്കും, അല്ല അമ്മ പറഞ്ഞാൽ ശരിയാവും, അങ്ങനെ. നമ്മൾ പക്ഷെ ഇത്രയും പറഞ്ഞ കൂട്ടത്തിലും ആസ്ട്രോളജിയും ഫുള്ള് പറഞ്ഞു വന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി ആണല്ലോ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പോൾ നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കുകൾ കൊടുക്കുമ്പോഴേ, ബോംബെയിലാണ് പഠിച്ചുകൊണ്ടിരുന്നവരായിട്ട്, ഓൺലൈൻ പരീക്ഷ എഴുതിയിരുന്നത്. അപ്പോൾ പരീക്ഷ എഴുതേണ്ടത് മാത്രം ട്രിവാൻഡ്രത്ത് വന്ന് എഴുതണം എന്നൊക്കെ. അങ്ങനെ ആ ബുക്കുകൾ കൊടുക്കുമ്പോൾ ലാസ്റ്റ് ഡേ പോകുന്നതിന് മുമ്പ് ഈ ബുക്ക് തിരിച്ച് തന്നപ്പോൾ അതിനകത്തൊരു കാർഡുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡിൽ അഡ്രസ്സ് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് പേർപ്പസ്ലി തന്നതാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്നിട്ട് ആ അഡ്രസ്സ് നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് തിരിച്ച് ഈ കാർഡ് കൊടുക്കണമല്ലോ തിരിച്ച്. അറിയാതെ വെച്ചതാണോ അറിഞ്ഞു വെച്ചതാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരിട്ടല്ല, ചേച്ചി വഴിയാണ് ഇതൊക്കെ. യു സീരിയസ് എന്ന് മാത്രം അതാണ് എൻ്റെ ഫസ്റ്റ് ലെറ്റർ. അതിന് മറുപടി ഒരു 4-5 പേജിൻ്റെ ഒരു കത്താണ് എനിക്കിങ്ങോട്ട് വന്നത്. അത് വാങ്ങാൻ ഞാൻ പെട്ട പാട്. കാരണം അച്ഛൻ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും,
2 ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ക് കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിലേ നടക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് കളക്ട് ചെയ്തു, അപ്പുറത്തെ ഗേറ്റിൽ കിടക്ക്. ഞാൻ ഓടി പിൻവശത്തെ മതിൽ ചാടി ഓടി മുകളിലേക്ക് പോയിട്ടാണ് ഇത് വായിച്ചത്. അത് തുറന്നപ്പോൾ ഒരു മണമുണ്ട് ആ കത്തിന്. എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിലാരോ കസിൻസ് ആരോ പുറത്ത് പോയിട്ട് ഗൾഫിൽ നിന്നുള്ളൊരു മണമുണ്ടല്ലോ, മറ്റേ ബ്രൂട്ടിൻ്റെ ആ മണമുണ്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ മണം എവിടെയെങ്കിലും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഇതാണ് എന്നുള്ളത്. അപ്പോൾ ആ കത്തിലുള്ള ഒരു നോട്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കക്ഷിക്ക് അന്ന് ഞാൻ 16 വയസ്സും രായേട്ടൻ 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 17 വയസ്സുള്ള ഒരാൾ എഴുതിയിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കല്യാണം പെട്ടെന്ന് ആലോചിക്കാൻ പറ്റില്ല, അച്ഛനില്ലാതെ ഏർണിംഗ് മെമ്പേഴ്സ് ആരുമില്ലാത്ത ഒരു വീട്ടിലെ രായേട്ടൻ അന്ന് കിട്ടുന്ന 100-200 രൂപയാണ് ആകെ ഏർണിംഗ് എന്ന് പറയാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ എപ്പോൾ എൻ്റെ കല്യാണം നടക്കുന്നോ ഒന്നും അറിയില്ല. എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ഫാമിലി തന്നെയാണ്. വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. 17 വയസ്സുള്ളൊരു ആൾ, ഒരു പയ്യൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ആ ആളുടെ വ്യക്തിത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അത്രയുമേന്നാണ് ഈ കത്ത് എഴുതി തുടങ്ങിയത്. എന്തായാലും 23 വയസ്സായപ്പോഴേക്കും കല്യാണവും നടന്നു, 25 വയസ്സായപ്പോഴേക്കും ഭാവനയുണ്ട്. അതുകൊണ്ട് പിള്ളേർക്കിപ്പോൾ വയസ്സിത്രയായി, ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നു. അവരും ചെറുപ്പം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എൻഗേജ്മെന്റ് വരെയും നിങ്ങൾ കാണുന്നില്ല അല്ലേ? ഇല്ല, എൻഗേജ്മെന്റ് അന്നും കണ്ടിട്ടില്ല. അല്ല, അന്നും കണ്ടിട്ടില്ല. കല്യാണത്തിനാ ഫസ്റ്റ് കാണുന്നത്. അത് ആള് ഉണ്ട്, അവിടുന്ന് ഫോൺ ചെയ്തു. അച്ഛനോട് നേരിട്ട് രായേട്ടൻ കത്തെഴുതി ഇംഗ്ലീഷിൽ. അച്ഛൻ അതിൽ ഫ്ലാറ്റായി പോയി. പക്ഷെ അച്ഛൻ അപ്പോഴും സംശയം, എന്താ വാര്യരാണ് രായേട്ടൻ, ഞങ്ങൾ നായരാണ്. അപ്പോൾ അച്ഛൻ അമ്മയുടെ അനിയത്തിയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ചോദിച്ചു, ഇതെന്താ നായന്മാരാരും ഇല്ലേ കല്യാണം കഴിക്കാനായിട്ട്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും അമ്മയും രായേട്ടനും കൂടി ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കാറിൽ അച്ഛൻ ചോദിച്ചു, രാജു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കണോ അച്ഛാ? അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു? ചോദിച്ചു. ആയിരുന്നു, അന്നും ഇന്നും നാളെയും. അതുതന്നെയാണ് ലാസ്റ്റ്. അപ്പം അച്ഛന് നേരത്തെ ഊഹമുണ്ടായിരുന്നു, മകൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ എന്ന് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. അല്ലാതെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരികയോ ആവശ്യമില്ലാത്തൊരു എന്തെങ്കിലും ഒന്നിനും നമുക്കൊരു എക്സ്ട്രാ കയ്യിൽ കാശ് പോലും ഒന്നിനും തരില്ല. വേഷങ്ങൾ വാങ്ങിച്ചു തരാം. ആ വീട് മുഴുവൻ ബുക്ക് മാത്രമുള്ളൊരു ലോകമായിരുന്നു ഞങ്ങളുടെ വീട്. ഞാൻ വായിച്ചില്ല, അതുകൊണ്ടായിരിക്കും ഭയങ്കര അലർജി ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വായിച്ചു തുടങ്ങി. അന്ന് ചേട്ടൻ നന്നായി വായിക്കും. ചേട്ടൻ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായിരുന്നു, ശരത്ചന്ദ്രൻ. ചേട്ടൻ നന്നായി വായിക്കുമായിരുന്നു. ഞാൻ വായിക്കൽ കുറവാണ്. അന്ന് പണ്ടൊക്കെ വായിച്ചിട്ടൊക്കെ കോമൻ സർക്കസ് എൻ്റെ ആദ്യത്തെ ബുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നാൽ ഇന്നലെ വായിച്ച ബുക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അന്ന് വായിച്ച ബുക്ക് ഓർമ്മ. ഞാൻ സർക്കസ് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ഇപ്പോഴും ആ സർക്കസ് കണ്ട പോലെ ഓർമ്മയുണ്ട്. എന്നിട്ട് ഈ അടുത്ത് ദർശന എനിക്കത് അതിൻ്റെ നല്ല പുതിയ കോപ്പി വാങ്ങിച്ചു തന്നു. വീണ്ടും വാങ്ങിച്ചു, വീണ്ടും വായിച്ചു.